ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് പരവയാണ്. അല്ല, പച്ചപ്പരവയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്തോ വേറെ പേരെന്തോന്ന് അറിയില്ല. ഞങ്ങളിവിടെ പരവയെന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് വങ്കട എന്ന് പറയുന്ന മീനുണ്ട്. അത് തോലിരിക്കേണ്ട മീനാണ്. അത് ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് ചീല ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങാണെന്ന് കാണിക്കാൻ പോകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരവ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ചെറുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. എളുപ്പമാണ്. ഇതിനാണെങ്കിൽ ചെറുമ്പലൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇച്ചിരി ചെറിയ മീനാണ് കേട്ടോ. എന്നാലും നമുക്കിങ്ങനെ ഒന്ന് പഠിച്ചു കൊടുക്കാം. ചെറുമ്പല്ലി ഇല്ലെന്നല്ല, ചെറുതായിട്ടേ ഉള്ളൂ, ശേഷമേ ഉള്ളൂ. വാല് കട്ട് ചെയ്യാം. ചെറുകള രണ്ടും എടുക്കുക. ഇതിൻ്റെ വയറ് കട്ട് ചെയ്യാം. നമുക്കിതിൻ്റെ അഴുക്ക് എടുക്കാം. എടുക്കണ്ട. തല, കണ്ണിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയണേ. ഇത്ര ഒന്നുകൂടെ കട്ട് ചെയ്ത് കാണിക്കാം. അതേപോലെ ചിറക്, ചെറുതായിട്ടൊന്ന് ചെതട്ടി കൊടുക്കുക. ഇനി തല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് തരാം. പെട്ടെന്ന് കട്ട് ചെയ്യാതെ ഇങ്ങനെ, തല ഇല്ലാതാണെങ്കിൽ. കണ്ടോ? ഇനി ഞാൻ എടുക്കുന്നത് ചീലാവാണേ. ഇത് ചെതുമ്പിലുള്ള മീൻ, അപ്പോൾ ഇത് ചെതുമ്പി എടുക്കണം. തൊലി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെതുമ്പി എടുക്കണം. വാല് കട്ട് ചെയ്യാം. തല എടുക്കുന്നില്ല, അപ്പോൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് കട്ട് ചെയ്യാം. വയറ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പങ്കട, അത് തൊലിയിരിക്കേണ്ടതാണ് കേട്ടോ. സാധാരണ നമ്മൾ തൊലിയിരിക്കുന്നത് പോലെ തലയുടെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ മീനായിട്ട് പെട്ടെന്ന് വന്നു, പക്ഷേ വലുതാണെങ്കിൽ വലിച്ച് പാടുള്ള മീൻ. അങ്ങനെ ആരും അങ്ങനെ വാങ്ങിക്കാറില്ല, ഈ തോലിരിക്കുന്ന പ്രശ്നം കൊണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരു കോരയുണ്ട്.
ഇത് ഞങ്ങൾ കോരയെന്നാണ് പറയുന്നത്, എൻ്റെ വേറെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ചോറ്റൻ കോര എന്ന് പറയും, വെളുത്ത കോര. തൊലിയിരിക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെതുമ്പി എടുത്താൽ മതി. ഇതിൻ്റെ അകത്തൊരു പാട പോലൊരു സാധനമുണ്ട്, അതുകൂടെ എടുത്ത് കളയും. ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം ഈ മീനുകൾ തന്നെ കേട്ടോ. അപ്പോൾ ഈ 3 കാണിച്ചില്ലേ, ആ ടൈപ്പ് മീനുകൾ തന്നെ. അപ്പോൾ അതിന് എല്ലാം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ പരവയൊക്കെ നല്ല വിലയുള്ള മീനാണ് വലുതാണെങ്കിലും, പക്ഷേ ഇതിപ്പോൾ ചെറുതാണ്. മഴ ചെയ്തപ്പം ഈ ചെറുതിനെയാണ് കിട്ടിയത്. ആദ്യം കിട്ടുന്നതൊക്കെ ചെറുതാണ്. ഇനിയിപ്പം ഇത് വളർന്ന് വരും, വലുതാകുമ്പോഴത്തേക്ക് നല്ല വിലയായി മീൻ കേട്ടോ. അതിന് ടേസ്റ്റുമാണ്. എങ്ങനെ വേണമെങ്കിലും ഇത് കറി വെക്കാം. പക്ഷേ ഞാനിന്നിവിടെ തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കുക. കാര്യം ചെറിയ മീനല്ലേ, വലുതാണെങ്കിൽ നമുക്ക് മുളക് കറി വെക്കാം. ബാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. മീനെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഉപ്പ് വരലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഒരു 3-4 വെള്ളത്തിൽ ഒന്ന് കഴുകണം, അല്ലെങ്കിൽ ഉരച്ച് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് വരും. മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലിന് കുറച്ച് ഞാൻ പൊരിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, വറുക്കാനായിട്ട് മാറ്റി. ഇത്രയും നമ്മൾ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. അതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഇവിടെ അരപ്പിനെ ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കത്തില്ലേ, ആ പരുവത്തിൽ അരച്ചത്. ചെറിയ മീനായതുകൊണ്ട് ഒരുപാട് അങ്ങ് അരഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം പോലെ കലക്കണ്ട, അല്പം ഒന്ന് കുറുകിയിരിക്കണം. ആ രീതിയിലൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ പരുവത്തിൽ നമുക്ക് ഇത് അടുപ്പിൽ വയ്ക്കാം. കറി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മാങ്ങ, ഒരു 4-5 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, ഒരു കഷ്ണം ഇഞ്ചി, ഇനി കുറച്ച് കറിവേപ്പിലയും ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് തിളയ്ക്കാനായിട്ട് വെക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളയ്ക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കുക. ചെറിയ മീനല്ലേ, പൊടിഞ്ഞു മീനല്ലേ നേരത്തെ ഇട്ട. വലിയ മീനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കലക്കുന്ന സമയത്ത് തന്നെ വെക്കണം, കാരണം അതിനകത്ത് ഉപ്പും പുളിയൊക്കെ പിടിക്കണം. ചെറിയ മീനാകുമ്പോൾ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് തിളച്ചിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് അടച്ചു വെച്ച് കൊടുക്കാം, തിളച്ച് വരട്ടെ. നമ്മുടെ കറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. മീനിട്ട് കൊടുക്കും. ഞാൻ മീൻ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല കേട്ടോ, അപ്പോൾ അങ്ങനെ കേട്ടോ, ചെറിയ മീനല്ലേ. ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ കറി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഞാൻ ഇതിൻ്റെ പുറത്തിന് കടുവൊന്നും വറുക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.